UAE പ്രസിഡന്റ് പെട്ടെന്നൊരു ദിവസം പറന്നിറങ്ങുകയാണ്. വളരെ ഗൗരവമായ കാര്യങ്ങൾ ഇന്ത്യയുമായി ചർച്ച ചെയ്യാൻ. ഒരൊറ്റ ചോദ്യമുള്ളൂ, ഇന്ത്യയുടെ സഹായം ചോദിച്ചാണോ UAE പ്രസിഡന്റ് പറന്നിറങ്ങിയത്? എമർജൻസി ലാൻഡിങ്. ഇന്നലെ 5 മണിക്കാന്ന് തോന്നുന്നു, 3 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ കരാറുകൾ ഒപ്പിട്ടതായിട്ട് വെളി വരുന്നുണ്ട്. സമസ്ത മേഖലയിലും കരാറുണ്ട്. എന്ത് ഊർജ മേഖലയിൽ കരാറ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ആധുനിക ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ അതിനകത്ത് 2 രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ 2030 ആകുമ്പോഴത്തേന് ഏതാണ്ട് $200 ബില്യൺ പരസ്പരം കയറ്റുമതി ഇറക്കുമതി, പിന്നെ ഗ്യാസ്, ഊർജ്ജം എല്ലാം ആയി. അപ്പോൾ ഇതിനകത്ത് ഈ ആധുനിക ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ അതായത് യഥാർത്ഥത്തിൽ ആണവ കരാറെന്ന് പച്ച മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഇതിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UAE അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു പ്രശ്നത്തിലേക്കാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ GCC രാജ്യങ്ങൾ അതായത് രണ്ടായിട്ട് പിളർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കാണും നാറ്റോ മോഡൽ ഒരു കരാറുണ്ടാക്കിയിരുന്നു. ആര്? ഈ പറയുന്ന പാകിസ്ഥാൻ, സൗദി. അതിനുശേഷം അതിനകത്ത് ഈ തുർക്കി എന്ന് പറയുന്ന വാനരനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ തുർക്കി, പാകിസ്ഥാൻ നമ്മൾക്കറിയാമല്ലോ നമ്മുടെ ശത്രുക്കളാണ്. വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോഴും ഈ സൗദി അറേബ്യ പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടേയിരുന്നു, അറിഞ്ഞും അറിയാതെയും. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ ജനിക്കുന്നതിനില്ല, പൂച്ചയും പട്ടിയും പോലെ അവൻ്റെ ജനിക്കുന്ന കുഞ്ഞിനോട് വരെ പറഞ്ഞു കൊടുക്കുന്ന ആദ്യമേ നമ്മുടെ ശത്രു ആരാ, ജീവിച്ചില്ലേലും നമ്മൾ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സൗദി നമ്മളുമായിട്ട് വലിയ ബന്ധത്തിലുള്ള സമയത്തും അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് സമയത്തും ഏതർത്ഥത്തിലും എപ്പം നോക്കിയാലും സാമ്പത്തിക സഹായം അത് അമേരിക്കയുടെ പിന്തുണ ഉണ്ടെന്ന് പറയുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും സൗദി പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ നാറ്റോ സഖ്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാറ്റോ അല്ല, ഈ GCC അറബിക് നാറ്റോയുടെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ GCC രാജ്യങ്ങൾ ആകെ ഉള്ള ഒരു രാജ്യം, അല്ലെങ്കിൽ ആണവായുധമുള്ള ആകെ ഒരു രാജ്യം പാകിസ്ഥാൻ. പിന്നെ ഡ്രോണുകളുടെ സാങ്കേതിക വിദ്യയും ഞാൻ പറയാറില്ലേ, ഡ്രോണുകളുടെ രാജാവ്, അങ്ങനെ അടിച്ച് നമ്മൾ പരിപ്പടക്കി നമ്മളെ ഉള്ളൂ. അതുകൊണ്ട് തുർക്കി ഇപ്പോഴും ആ സാങ്കേതിക വിദ്യ അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവൻ്റെ ഡ്രോൺ അന്ന് പിടിച്ചു, ജാം ചെയ്ത് പിടിച്ചു. അവൻ്റെ സാങ്കേതിക വിദ്യ വെച്ച് ഇപ്പം നമ്മൾ ഡ്രോൺ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അനൗൺസ് അവൻ്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നമ്മുടെ ഇല്ല. നമ്മുടെ അടുത്ത് കളിക്കാൻ വന്നതിൻ്റെ ഗുണം ഫ്രാൻസിന് വരെ പേടിയായിരുന്നു. ഫ്രാൻസ് വരെ പേടിയെന്ന് ഇവരുടെ ഡ്രോണുകൾ പലയിടത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവരുടെ വലിയ തമാശയില്ല. ലോകത്തെ ഇവരുടെ ഡ്രോണുകൾ സാങ്കേതിക വിദ്യയിൽ അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്യുന്ന ഡ്രോണുകളായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നമ്മളുമായിട്ടുള്ള കളിക്കാത്ത എല്ലാ നിലത്തും വീണു. കാരണം പോലും ഇങ്ങോട്ട് വന്നില്ല. അതോടെ കച്ചവടം കൂട്ടി. മരുമോനാ തോന്നുന്നു അതിൻ്റെ മരുമോന. അപ്പം മരുമോൻ്റെ കട ഇപ്പം പകുതി അടച്ച് ഷട്ടർ പകുതിക്ക് താത്തിട്ടേക്കുക. ഇനി പൊങ്ങണമെങ്കിൽ കുറേ എടുക്കും. അപ്പം അത് സാങ്കേതിക വിദ്യ ഞാൻ പറഞ്ഞു വന്നു. അപ്പം ആയുധം, അപ്പം പാകിസ്ഥാൻ ഇല്ലാത്തതും പൈസ, സൗദിക്കുള്ളതും പൈസ. സൗദിക്കില്ലാത്തത് ആണവായുധം, പാകിസ്ഥാനുള്ളത് ആണവായുധം. സാങ്കേതിക വിദ്യയും ആയുധങ്ങളും ഇത് കൊടുക്കും. അപ്പം ഇത് ഈ പറഞ്ഞതുപോലെ GCC രാജ്യങ്ങൾക്കകത്ത് ഇനി വേറെ കാര്യം, ഇപ്പം UAE പ്രസിഡന്റ് ഇവിടെ വന്നില്ലേ, ഇതേ ഒരു സാധനം UAE ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ, ഇന്ത്യ, UAE ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സൗദി ഒരു പക്ഷേ UAEയുമായിട്ട് ഒരു മത്സര ബുദ്ധിയോടുകൂടി പോകുന്നു. അത് പോർട്ടിൻ്റെ ഒരു വിഷയത്തിൽ 2025 ഡിസംബറിൽ യമനിൽ ഒരു ബോംബാക്രമണം, അതായത് സൗദിയുടെ സൗദി ഈ UAE സൈന്യത്തിന് നേരെ നടത്തി. അതിനുശേഷം വന്ന പൊട്ടിത്തെറി, അല്ലെങ്കിൽ യമനിലെ ഭരണം ഈ പറയുന്ന സൗദി, യമനിലിപ്പോൾ വലിയ വിഷയമാണ്. യമനിൽ നടക്കുന്ന യുദ്ധത്തിനകത്തായത് യമനിൽ നടക്കുന്ന, അല്ലെങ്കിൽ യമനിന് ഈ സൗദിക്കൊരു അതിർത്തി ഉണ്ടാവണം, യമനിൻ്റെ നിയന്ത്രണം റിയാദിൻ്റെ കയ്യിലാവണം. യമനിലിപ്പോൾ ആരൊക്കെ നിയന്ത്രിക്കുന്നത്? ഹൂത്തികൾ തന്നെ അവിടെ ഉണ്ട്, ഹൂത്തി വിമതരുണ്ട്, ആ രീതിയിൽ. അപ്പോൾ ഇവരുടെ സുരക്ഷ ഹൂത്തി അറിയാം, ഏത് സമയം വന്നാലും ഹൂത്തിയെ ഉപയോഗിച്ചാണ് ഈ സൗദി ഉൾപ്പെടെയുള്ളവരെ ഇറാൻ ആക്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഒരു വിഷയം വരുമ്പോൾ ഇവർ തമ്മിൽ സാമ്പത്തികമായിട്ട്, അതായത് ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ സാമ്പത്തികമായിട്ട് ഒരു രാജ്യത്തിൻ്റെ തകർച്ച എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതിനകത്ത്, പ്രതിരോധ സംവിധാനത്തിനകത്ത് എല്ലാം. അപ്പോൾ
UAE ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോർട്ടിലാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത്. ആ പോർട്ടിലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധ്യത കുറയുന്നൊരവസ്ഥയാണ്. അപ്പം അത് വന്നപ്പോൾ ഈ സാമ്പത്തികം അതുപോലെ തന്നെ റിയാദിൻ്റെ ത്തിലേക്ക് ഈ പറയുന്ന UAE അല്ലെങ്കിൽ ഉള്ള സ്ഥാപനങ്ങൾ മാറ്റണമെന്ന് കർശനമായിട്ട് സൗദി ഈ കമ്പനികൾ മാറ്റണമെന്ന് കർശനമായിട്ട്, അല്ലെങ്കിൽ ഇനി സൗദി അറേബ്യയായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ സാമ്പത്തികമായിട്ട് തകർക്കുന്ന അവരുടെ കീഴിലേക്ക്, അവരാഗ്രഹിക്കുന്ന കീഴിലേക്ക് UAE ഉൾപ്പെടെയുള്ളത് മനസ്സിലായില്ലേ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അതായത് ഒരു ക്രൈസിസിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം ആ ഒരവസ്ഥയിലാണ് ഇപ്പം വന്ന ഈ ഒരു വരവ്. അതായത് ഇവരെ ആക്രമിക്കുന്നതിന് വേണ്ടി എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ട് തകർക്കുന്നതിനും അല്ലെങ്കിൽ വേണ്ടി വന്നാൽ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള ഒരു ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അല്ലെങ്കിൽ ഈ ഒരു സഖ്യം മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ നമ്മുടെ സൗദി ഇസ്ലാമിക് നാറ്റോ സഖ്യത്തിന് എതിരെ അതിനകത്ത് ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് മോദി നോക്കിയിരുന്നതും, അല്ലെങ്കിൽ മോദി ഇപ്പം ഈ ഇന്ത്യ, ഇസ്രായേൽ, UAE മനസ്സിലായില്ലേ, അല്ലെങ്കിൽ അപ്പം ഇവർക്ക് എതിരെ അല്ലെങ്കിൽ ഈ GCC രാജ്യങ്ങൾക്കെതിരെ ഇപ്പം അമേരിക്കയുടെ പിന്തുണ ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടല്ലോ ഈ സഖ്യത്തിന്. അപ്പോൾ അതിനെതിരെ നിൽക്കണമെങ്കിൽ ഈ ശക്തമായ ഒരു രാജ്യം വേണം. അല്ലെങ്കിൽ മറിച്ച് ഈ ആയുധം ഉള്ള ഒരു സഖ്യത്തിലേക്ക് ഈ പറയുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ളവർ വന്നപ്പോൾ ശക്തമായ ഒരു രാജ്യത്തിൻ്റെ പിന്തുണ, സൗദിക്ക് ആരുടെ പിന്തുണയുള്ള ഏഷ്യയിൽ പാകിസ്ഥാൻ്റെ പിന്തുണ. പാകിസ്ഥാൻ്റെ അടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, എന്തോ നിന്റെ ആണവായത് ഇനി പറഞ്ഞാൽ അവിടെ കയറി അടിക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലോ? അതെ, അറിയാമല്ലോ. അതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇനി അത് കാര്യം എന്തോ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്തോ ഉണ്ടെന്ന് ഈ പറച്ചിലല്ലാതെ ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ എന്തോ ഉണ്ടെന്ന് എവിടെ അടിക്കുക എവിടെ നിൽക്കുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ അടിയും കൊടുത്ത് അവിടെ ലെവൽ ചെയ്ത് നിർത്തിയ ലോകം പോലും ഉറ്റുനോക്കിയ സംഭവമാണ്. രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുണ്ടായ യുദ്ധത്തിനകത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആണവ രാജ്യം നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആണവായുധം ഇടുന്ന കാര്യമല്ല, എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഏത് വ്യോമത്താവളമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതും തകർത്തു. ഇവന് കിരാന ഹിൽസിൽ വെച്ചിരുന്നതിൻ്റെ വാതിക കൊണ്ട് ബ്രഹ്മോസ് അടിച്ചു. കാരണം ഇതിനകത്ത് കയറിയല്ലേ എടുക്കാൻ പറ്റും. മനസ്സിലായി? അന്ന് അമേരിക്ക അവിടെ ഇറങ്ങിയത്, ഈജിപ്തിൽ നിന്ന് വിമാനം വന്നത് അടച്ചതും ഒക്കെ. അപ്പോൾ ഏതൊക്കെ രീതിയിലേക്ക് അത് വന്നു, അതിൻ്റെ കാര്യങ്ങൾ വെളിയിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമല്ലോ. കാരണം ഇതിനെ വിസ്തരിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ നിയന്ത്രണം ആരുടെയൊക്കെ കയ്യിലെന്നാവും. അപ്പോൾ നമുക്കറിയാം ഇതെന്തുമായിരുന്നു ഈ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് പൊളിച്ചു കൊടുത്തു. കാരണം ഈ വ്യോമത്താവളം എനിക്ക് തോന്നുന്നു നൂർഖാൻ അല്ലേ, വ്യോമത്താവളം അമേരിക്കയുടെ കയ്യിൽ നിന്നാണെന്നും അവിടുത്തെ അമേരിക്കൻ പട്ടാളം ഉണ്ടെന്നും അവർ ഹോൾഡിംഗ് ആണെന്നും അവിടെ നിന്നാണ് ഇതെല്ലാം വിക്ഷേപിക്കാൻ സാധ്യതയുള്ളതെന്നും. അപ്പോൾ ഈ വെല്ലുവിളി ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇടുമെന്ന് പറഞ്ഞത് പാകിസ്ഥാനല്ല, അമേരിക്ക പറയിച്ചതാണെന്നും ഒക്കെ നമുക്ക് ഇതിന് ശേഷം അമേരിക്കയുടെ അവിടുത്തെ ഇടപെടലും ഇപ്പോഴത്തെ അമേരിക്കയുടെ ഒരു പോക്ക്, കാരണം ഈ മറ്റ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കുട്ടിയാ കരുതി ഇയാൾ ശുദ്ധീകരിക്കാനുള്ള കാര്യം വിളിച്ചു പറയും കേട്ടോ. ട്രംപ് ഒളിച്ചു ഉള്ള കാര്യം പറയും. അപ്പോൾ ഇപ്പോൾ അവിടെ നടക്കുന്നതൊക്കെ പുള്ളി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ പാകിസ്ഥാൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇതാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഇന്നലെ വന്ന ഒരു അടിയന്തര ലാൻഡിങ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സഖ്യം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഇപ്പോൾ സൗദി ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിനപ്പുറം മനസ്സിലാവുന്നുണ്ട്. അത് ഇപ്പോൾ ഈ ബന്ധങ്ങളൊന്നും പെട്ടെന്ന് തകർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു കാര്യത്തിനൊന്നും പോകുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ബന്ധം അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഏറ്റവും അവസാനം ഈ ന്യൂക്ലിയർ സാങ്കേതിക വിദ്യയിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ആണവ കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് ഈ 3 മണിക്കൂർ ഇന്നലെ ഇവിടെ. കാരണം പെട്ടെന്ന് വെറുതെ നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇന്ന ദിവസം പോകുമെന്ന് തീരുമാനിക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 7% ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ന ദിവസം ഒന്ന് തീരുമാനിക്കും. ഇത് പെട്ടെന്ന് ഇന്നലെ വന്ന് തീരുമാനിച്ചു എടുക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് സംഘർഷമുണ്ട്. ആ സംഘർഷത്തിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ആ സംഘർഷത്തിന് കൃത്യമായ ഒരു മെസ്സേജ് കൊടുക്കാൻ, അതായത് ഈ ഇന്ത്യയുമായിട്ട് ഇന്ന രീതിയിലൊക്കെ ഇടപാട് നടന്നിട്ടുണ്ട്, ഇന്ത്യ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമാണ്, ഇന്ത്യയുമായിട്ട് പ്രതിരോധ മേഖലയിലും സമസ്ത മേഖലയിലും ഞങ്ങൾക്ക് ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ ഉണ്ട്, അതുകൊണ്ട് ഇനി ആരും ആ രീതിയിൽ ഇങ്ങോട്ട് ആക്രമിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് ഒരു മെസ്സേജ് തന്നെയായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഈ അറബിക് നാറ്റോ എന്ന് പറയുന്ന സാധനമൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിനപ്പുറം വേറെ GCC രാജ്യങ്ങൾ ഉണ്ടല്ലോ. GCC രാജ്യങ്ങൾക്കകത്ത് ഒരു വിള്ളലുണ്ടാക്കുന്നതിനും ഈ അറബിക് നാറ്റോ എന്ന് പറയുന്ന ലോകത്ത് വിശ്വസിക്കാൻ പറ്റാത്ത പാകിസ്ഥാനെയും ഒരുപക്ഷെ തുർക്കിയുടെയും കൂടെ സൗദി അറേബ്യ കൂടിയിട്ടുണ്ടെങ്കിൽ അതിനിപ്പുറം നിൽക്കുന്നവർക്ക് പൂർണ്ണമായിട്ട് ശക്തമായ 2 രാജ്യങ്ങൾ, ഒന്ന് ഇസ്ലാമിക് രാജ്യം, അതായത് നമ്മുടെ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ, അത് വല്ലാത്ത മെസ്സേജാണ്. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു
ഒരു കരാർ, കോടാനുകോടി രൂപയുടെ നിക്ഷേപം കൂടി, അല്ലെങ്കിൽ ഒരു വലിയൊരു സമസ്തമായിട്ടുള്ള വ്യാപാരം കൂടി ഈ പറയുന്ന GCC രാജ്യങ്ങളുമായിട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് വിചാരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.